ആ ഉത്തരവ് ആർക്കും ബാധകമല്ല. പാതി ബന്ധ സാധനമായിട്ട് വിധി പറയാൻ വന്നേക്കല്ലേ. കോടതി ചെയ്യാൻ പാടില്ലാത്തതാണിത്. ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. നോർമൽ അല്ലേ? അഡ്വക്കേറ്റ് അനിൽകുമാർ 2519 ഗ്രാം ക്ലാഡ് ചെയ്ത സ്വർണമുള്ള വാതിൽ മാറ്റിയിട്ട് 324 ഗ്രാം സ്വർണം പൂശിയിട്ടുള്ള ആ വാതിൽ പകരം വെക്കാണ്, റീപ്ലേസ് ചെയ്യാണ് ചെയ്തത്. പറയരുത് കേട്ടോ. തെളിവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെറും 324 ഗ്രാമിന്റെ വാതിൽ വെക്കുമ്പോൾ ആദ്യത്തെ വാതിൽ എവിടെ പോയി, അത് എങ്ങോട്ട് ആരടിച്ചോണ്ട് പോയി എന്നുള്ള ചോദ്യം സംഗതമാണല്ലോ. എന്തൊക്കെയാണ് നടക്കുന്നത്? ഇപ്പൊ ഹൈക്കോടതി ഇങ്ങനെ ഒരു പരിശോധന നടത്തിയില്ലായിരുന്നെങ്കിൽ ഇത് അനസ്യൂതം ഓരോരോ സ്വത്തായി ഇങ്ങനെ കൊണ്ടുപോയനെ എന്നുള്ളത് വേറെ വിഷയം. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടോ. അപ്പൊ ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് ഇനി പറഞ്ഞു നിൽക്കാൻ കഴിയുമോ? 2023 ആരംഭിച്ചൊരു പ്രക്രിയയുടെ തുടക്കം എവിടുന്നാണെന്നാണ് ചോദ്യം. ആ തുടക്കത്തിൽ തന്ത്രിയുടെ ഒരു ഭാഗം എന്തുകൊണ്ട് ഹൈക്കോടതി കണ്ടില്ല? അതാ നിന്റെ വിഷമം. ഹൈക്കോടതിയുടെ ഉത്തരവ് ഞാൻ വിശദമായി വായിച്ചു. 2024 മുതലുള്ള ചരിത്രമേ കോടതിക്ക് അറിയാവൂ. അപ്പൊ ഇതുവരെയുള്ള ഒരു കടലാസിലും തന്ത്രിയിൽ ഈ കത്ത് വന്നിട്ടില്ലേ? അതൊന്നും ഇവിടെ ആർക്കും അന്വേഷിക്കണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളൊരു വസ്തുത, ബഹുമാനപ്പെട്ട തന്ത്രി ഉദ്ഘാടനം ചെയ്ത ഒരു സ്വർണ്ണക്കടയിൽ നിന്നാണ് അയ്യപ്പൻ്റെ സ്വർണം കട്ട പോറ്റിയുടെ ആ കളവിൻ്റെ ഭാഗമായി ഒരു ഭാഗം സ്വർണം ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വസ്തുത എന്താണ്? 2019 25 അവിടുത്തെ നടപടിക്രമങ്ങളുടെ തുടക്കക്കാരൻ തന്ത്രിയാണ്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അല്ല, ഒരു സെക്കൻഡ്, അവിടെ ചില ചോദ്യങ്ങൾ സാധ്യമാണ്. ഷാനിൽകുമാർ, ഒന്ന്, തന്ത്രി പബ്ലിക് ഡൊമൈനിൽ പറഞ്ഞ ഒരു കാര്യം എന്നോട് ഇങ്ങനെ ഒരു കത്ത് തരാൻ ആവശ്യപ്പെട്ടു. പറയട്ടെ, താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി പറയട്ടെ. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർമാർ പറയട്ടെ, എന്നോട് ഒരു കത്ത് ആവശ്യപ്പെട്ടു, ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് തന്ത്രി പറയുന്നുണ്ട്. അപ്പൊ തന്ത്രിയോട് ആദ്യമേ ഇങ്ങനെ ഒരു നീഡുണ്ട് എന്ന രീതിയിൽ ഒരു കത്ത് ആവശ്യപ്പെടുന്നു, അദ്ദേഹം അത് കൊടുക്കുന്നു. അപ്പൊ ഗൂഢാലോചനയുടെ തുടക്കക്കാരനായി തന്ത്രിയെ പ്രതിഷ്ഠിക്കുകയാണോ? അല്ല, ഞാനൊന്നും പ്രതിഷ്ഠിച്ചിട്ടില്ല. പോറ്റി അവിടെ കടന്നു കയറിയതിൽ തന്ത്രിക്ക് ഒരു പങ്കുണ്ട് എന്നത് മറച്ചു വെച്ചിട്ട് ആര് ചർച്ച നടത്തിയാലും ചർച്ച സത്യമല്ല. നീയാണല്ലോ കോടതി. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നൊരു കാര്യം, ഇപ്പൊ കോടതി ചെയ്യുന്നൊരു കാര്യത്തിലെ പെശക് എന്താണ് അത് ഞാൻ പറയാം. നോർമൽ അല്ലേ? നീ കേൾക്ക്. കേസ് വിളിക്കുന്നു, SIT കോടതി നേരിട്ട് കേൾക്കുന്നു, ഉത്തരവിറക്കുന്നു. ഇതെന്ത് നീതിപീഠമാണ്? എന്ത് നീതിന്യായമാണ്? അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഉത്തരവിൽ വന്നിരിക്കുന്നു. ഞാനിപ്പോൾ ഉദാഹരണമായിട്ടൊരു വാചകം വായിക്കാം. എന്താന്ന് വെച്ചാ പറ. 497.97 ഗ്രാം സ്വർണം കൈവശം വെച്ചിരിക്കുന്ന ഒരാളാണ് പോറ്റി എന്ന് ദേവസ്വം ബോർഡുകാർക്കെല്ലാം അറിയാമായിരുന്നുവെന്നാണ് 24 നമ്പർ പാരഗ്രാഫിലെ ഉത്തരവിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, സത്യത്തിൽ SIT അന്വേഷണത്തിലല്ലേ ഇത് കണ്ടെത്തിയത്? എന്റെ കയ്യിൽ 474 ഗ്രാം സ്വർണം ലെഫ്റ്റ് ഓവർ ഗോൾഡ് എന്ന് ഈ ഉത്തരവിൽ പറയുന്ന 474 ഗ്രാം സ്വർണം എന്റെ കയ്യിൽ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് ഒരു ഇമെയിൽ അയച്ചിരുന്നു. ആ ഇമെയിൽ സ്വീകരിച്ചത് ആരാന്നറിയാമോ? ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് N. വാസു. അപ്പൊ N. വാസു എന്ത് ചെയ്തു? ആ ഇമെയിൽ അദ്ദേഹം തിരുവാഭരണം കമ്മീഷണർക്ക് ഫോർവേഡ് ചെയ്തു. തിരുവാഭരണം കമ്മീഷണറും ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ അറിഞ്ഞ കാര്യമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബോർഡിന് അറിയാമായിരുന്നു, ബോർഡ് പ്രസിഡന്റ് N. വാസുവിനും തിരുവാഭരണം കമ്മീഷണർക്കും അറിയാമായിരുന്നു 474 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ലെഫ്റ്റ് ഓവർ ഗോൾഡ് ആയിട്ടുണ്ട് എന്ന്. അത് അറിഞ്ഞിട്ടും നിങ്ങൾ പിന്നെയും എന്തിനാണ് അയാൾക്ക് തന്നെ 2024 വിളിച്ച് ഈ പരിപാടി കൊടുത്തതെന്നാണ് കോടതി ചോദിച്ചത്. ഞാൻ പറഞ്ഞുതരാം, വെരി സിമ്പിൾ. ഞാനത് പറയട്ടെ, ഞാൻ മനസ്സിലാക്കിയത് പറയാം. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അയച്ച മെയിലിനകത്ത് ഇങ്ങനൊരു 474.97 ഗ്രാം എന്നൊരു കണക്കുള്ളതായി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. കയ്യിലുണ്ട്. അല്ല, പറയട്ടെ സാർ, ഒരു കാര്യം ഞാൻ ദയവായി കേൾക്കുക. നമ്മളൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എല്ലാം കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ വളരെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ്. പറയാൻ അനുവദിക്കും അങ്ങേ. പറയട്ടെ സാർ, ഞാനത് പറയട്ടെ സാർ.
എന്താന്ന് വെച്ചാ ഒന്ന് പറഞ്ഞു തുലക്കടോ. എൻ്റെ പോയിന്റ് ഞാൻ പറയട്ടെ. എൻ വാസു എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പോറ്റി ഒരു കത്തയക്കുന്നു. കത്തിൽ സ്വർണം പൂശിയതിന് ശേഷം കുറച്ച് സ്വർണം മിച്ചമുണ്ട്, അത് ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് ഉപയോഗിക്കാൻ ദേവസ്വം ബോർഡുമായിട്ട് യോജിച്ചൊരു പദ്ധതി വെക്കാവോ? ഇവിടെ ഇപ്പോൾ ഒരാൾ പറയുന്നത് കേട്ട് എൻ വാസുവിൻ്റെ മകൾക്ക് കല്യാണത്തിനെന്നൊക്കെ കേട്ടു. അങ്ങനെ കോൺഗ്രസ്സുകാരെ വാദിച്ചോട്ടെ, ഞാൻ ഒറ്റ പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ പറയണത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയണത്, ഏതൊരു വ്യക്തിയാണെങ്കിലും അവിടെ ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ കിടക്കും. പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അമിതാവേശം ആരും കാട്ടരുത്. പാതി ബന്ധ സാധനമായിട്ട് വിധി പറയാൻ വന്നേക്കല്ലേ. കമ്മ്യൂണിസ്റ്റുകാർ സ്വർണം കെട്ടുന്ന കള്ളമായിട്ട് ഈ വഴി നടക്കരുത്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. നിങ്ങൾ ഞങ്ങളെ എത്ര എന്നെ സ്വർണം കെട്ടവർ, കമ്മ്യൂണിസ്റ്റുകാർ കട്ടു, അമ്പലം കട്ടു, ഇതൊക്കെ പറയുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നത്, ഒരു അന്വേഷണം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട കോടതി ചെയ്യാൻ പാടില്ലാത്തതാണിത്. ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. നീ അങ്ങ് ഉണ്ടാക്കല്ലേ. ഒരു കേസ് ഞാൻ കോടതിയുടെ വിധി ഞാൻ വായിക്കാൻ തോന്നിട്ട് കുറെ കാലമായി, 35 കൊല്ലായി. അതിനൊന്നും ഇല്ലേ സാർ സമ്മതിച്ചു, ഇതിനോടകം തന്നെ ഉന്നയിച്ച് കഴിഞ്ഞല്ലോ. ആ കൂടെ അല്ല പറയട്ടെ, ഒരു മാറ്റമില്ലല്ലോ ഇവന്. അപ്പോൾ ഒരു കാര്യമുണ്ട്, കോടതിക്ക് എന്താ പറ്റിയത് തെറ്റ്? ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അന്ന് മുതൽ ഇന്ന് വരെയുള്ള ബോർഡെന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റി അല്ല, വ്യക്തിയല്ല, ലീഗൽ എൻറ്റിറ്റിയാണ്. തീർന്നില്ല. ഞാൻ അവകാശപ്പെടുന്നു CPM വേണ്ടി. എന്താണ് അവകാശവാദം? ദേവസ്വം ബോർഡും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും പോറ്റിയും തമ്മിൽ തർക്കമുണ്ടായി. എന്തിലാണ് തർക്കം? ദ്വാരപാലക ശില്പങ്ങളിലെ പീഠങ്ങളുമായി ബന്ധപ്പെട്ട തർക്കം. അതിൽ ഇവിടുത്തെ ദേവസ്വം ബോർഡിനെ കള്ളനാക്കാൻ, ഈ ദേവസ്വം ബോർഡിനെ കള്ളനാക്കാൻ പോറ്റി നോക്കി. എന്നിട്ട് ദേവസ്വം ബോർഡ് പ്രതികരിച്ചു. അവസാനം പോറ്റി കള്ളനാണെന്ന് തെളിഞ്ഞു. അപ്പോൾ ദേവസ്വം ബോർഡും പോറ്റിയും പരസ്പരം ഏറ്റുമുട്ടിയിട്ടാണ് ഈ വസ്തുതകൾ പുറത്തു വന്നത്. കുറെ ആളുകൾ രാഷ്ട്രീയ താല്പര്യം വെച്ച് പോറ്റിക്ക് വേണ്ടി ദേവസ്വം ബോർഡിനെ ആക്രമിക്കുന്നു. ഏത് ദേവസ്വം ബോർഡ്? പക്ഷേ പോറ്റിയെ അതിന്റെ യാഥാർത്ഥ്യത്തിൽ ഹൈക്കോടതിയാണ് ഇതിനർത്ഥം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് വന്ന പാളിച്ചകൾ എണ്ണി പറഞ്ഞാൽ നമ്മൾ എണ്ണി തീരില്ല. ഇവൻ ശരിയല്ല. ഇത് കോടതിയുടെ കണ്ണിൽ പൊടിയിടലാണ്, കൺകെട്ടാണ് എന്ന് കോടതി പറയുന്നു. വളരെ വളരെ ന്യായമായി ഒരു നിയമജ്ഞനല്ലാത്ത ഒരു സാധാരണ മനുഷ്യന് തോന്നുന്ന സംശയമല്ലേ? 2024 സെപ്റ്റംബർ മാസത്തിൽ ദ്വാരപാലക ശില്പങ്ങളുടെ അറ്റകുറ്റപ്പണി അനിവാര്യമാണെന്ന് ബോർഡിന് തോന്നുന്നു. ഒന്നും പിണ്ടായിരിക്കുന്നുണ്ടോ? ജനുവരിയിൽ സീസൺ കഴിഞ്ഞല്ലോ, മകരവിളക്ക് കഴിഞ്ഞു, സമയമുണ്ടായിരുന്നു, അവിടെ വെച്ച് അറ്റകുറ്റപ്പണി ചെയ്യാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ചെയ്തില്ല? എന്തായിരുന്നു ഇത്? ചെന്നൈയിലേക്ക് കൊടുത്തുവിടണമെന്ന നിർബന്ധം? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കേട്ടല്ലോ. എനിക്കിനി പറയാം. നിങ്ങളൊരു കാര്യം പഠിക്കുമ്പോൾ എന്ത് വേണം? 2019 പോറ്റി സ്വർണം കട്ടത്. 2020 പോറ്റി സ്വർണം കട്ടോ? നമുക്ക് അതിൽ തന്നെ ആദ്യം തീർപ്പാക്കാം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഇത് മനസ്സിലായിട്ടില്ലേ? 2019 മോഷണം നടന്നത്. അത് ഞാൻ അറിഞ്ഞില്ല. 2019 മോഷണം മറച്ചു വെക്കാനായിരുന്നു 2024 25 ഈ ഏർപ്പാടാണല്ലോ കോടതി ഉത്തരവിൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങ് ഉത്തരവ് വായിച്ചാണ്. ആ ഉത്തരവ് ആർക്കും ബാധകമല്ല, എഴുതിയാക്കും ബാധകമല്ല. അത് മനസ്സിലാക്കിക്കോളും. അത് എഴുതിയാക്കും ബാധകമല്ല. ബുദ്ധിയില്ലായ്മയ്ക്ക് ഒരു മര്യാദ വേണ്ടേ? പാർട്ടി കോടതി കോടതിയുടെ ആരെങ്കിലും എഴുതിയാൽ ഉടനെ പാർട്ടി കോടതി അല്ലാതുകൊണ്ടാണ്. നമ്മുടെ രാജ്യത്തൊരു നീതിന്യായ പീഠത്തിൽ ഞാൻ 10-15 കൊല്ലം പോയൊരു വക്കീലാണ്. 2 ഭാഗം കാണും, അല്ലെ 3 പല ഭാഗങ്ങൾ കാണും. ഇതിലൊരു ഭാഗം എന്താണ്? ഞാൻ ഒരു വക്കീൽ നിലയ്ക്ക് ഈ വിധിവായം വായിക്കും മനസ്സിലാകുന്നത് 2025 മോഷണം, 2019 മോഷണം. മോഷണം 2019. കോടതി ഇപ്പോൾ ഒരു പേര് പറയുന്നു, സുഭാഷ് കപൂറോ, എനിക്കറിയത്തില്ല അങ്ങനെ ആളെ. സുഭാഷ് കപൂർ കിട്ടി. അപ്പൊ ശരി, അത് ഏത് കടലാസിൽ എഴുതിയിരിക്കുന്നു? മനസ്സിലായില്ലേ? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? നിങ്ങൾക്ക് ഈ ലോകത്തെ മുഴുവൻ കാര്യങ്ങൾ കോടതി വിധിയിൽ എഴുതാൻ പറ്റുമോ? അല്ല, പറഞ്ഞത് സുഭാഷ് കപൂർ ഒക്കെ ചെയ്തത് മാതിരിയുള്ള ഏർപ്പാടാണോ ഇത്? സംശയമുണ്ടെന്നാണ്. അത് ശരി. അവിടെയാണ് ഇപ്പൊ പറയേണ്ടത്. ഒരു കേരളത്തിൽ കോടതി കണ്ടെത്തി പറയാൻ പാടില്ല. എന്ത് ന്യായാണിത്? അല്ല, ആ പരിപാടിയൊന്നും വേണ്ട. പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരായി
രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി കടന്നാക്രമണം നടത്താൻ ഇവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇങ്ങനൊരു സുഭാഷ് കപൂറിന്റെ പേര് എവിടുന്ന് കിട്ടിയെന്ന് വ്യക്തമാക്കാൻ ബാധ്യതയില്ലേ? ഇയാൾക്ക് തലയ്ക്ക് എന്താ തകരാറാണ് മാഡം? നിങ്ങൾ രാഷ്ട്രീയമായി ദുരുപയോഗിക്കുകയാണ് ഈ കേസ്. സുവർണാവസരമായിട്ട് കുറെ ആളുകൾ കൊണ്ട് നടക്കുകയാണ്. ഇതൊന്നും നാട്ടിലെ ആളുകൾക്ക് മനസ്സിലാകാതിരിക്കുകയാണോ? അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. ഒരു ഉദ്യോഗസ്ഥനും ശരി, ഓക്കേ. ഒരു ഭരണാധികാരിയും രക്ഷപ്പെടില്ല. ശരി, ഓക്കേ, ഓക്കേ, മോഷണം ആവട്ടെ. നടത്തിയ ഒരുത്തനും രക്ഷപ്പെടുകയില്ല. ശരി, അതാണ് പോയിന്റ്. ശരി, ഓക്കേ. ഒരാളെയും വിടുകയില്ല. ശരി, ഓക്കെ. ശ്രീ രാഹുൽ ഈശ്വർ, തന്ത്രിയുടെ പേര് എന്തുകൊണ്ട് വരുന്നില്ല എന്ന ചോദ്യമാണ് അനിൽകുമാർ പ്രധാനമായും ഉന്നയിച്ചത്. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഇന്നത്തെ ചർച്ച യഥാർത്ഥത്തിൽ ഒരു കോളേജ് ലെവലിലെ ഡിബേറ്റ് മത്സരമായിരുന്നെങ്കിൽ ഒരു സംശയവുമില്ല, സഖാവ് അനിൽകുമാർജി തന്നെയായിരിക്കും ഏറ്റവും നല്ല പെർഫോമറായിട്ടും വിന്നറായിട്ടും തിരഞ്ഞെടുക്കപ്പെടുക. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു പൊസിഷൻ ന്യായീകരിച്ച് അവസാനം മറുഭാഗത്തിരിക്കുന്ന നമ്മൾ ആരെങ്കിലും ആണോ കട്ടതെന്ന് തോന്നിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഭാഷാ വൈദഗ്ധ്യത്തെ അഭിനന്ദിക്കുന്നു. അതാണല്ലോ എന്റെ പണി. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ ഒരു കണിക പോലും സത്യമില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. അതായത് ഇപ്പൊ തന്ത്രിയെ അടക്കം ഇതിലേക്ക് വലിച്ചുകൊണ്ട് വരികയും 2023 കത്ത് കൊടുത്തതുപോലെ 2019 കത്ത് കൊടുക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ അവ്യക്തമായ ആരോപണങ്ങളെ ഏറി നിർത്തി തന്ത്രിയെയും കൂടി ഇതിലേക്ക് വലിച്ചിടാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം ക്രിയേറ്റിംഗ് സ്മോക്ക് സ്ക്രീൻ എന്നാണ് ഇതിനെ പറയുക. അതായത് ഒരു പുകമറ ഉണ്ടാക്കുക. അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. അദ്ദേഹം സ്വയം ആലോചിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇത് ഭക്തരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തന്ത്രി വിചാരിച്ചിട്ടാണോ ഈ ചെമ്പ് പാളികൾ എന്ന് എഴുതിയത്? അതായത് സ്വർണം പതിഞ്ഞ ചെമ്പ് പാളികൾ, ഗോൾഡ് ക്ലാഡഡ് കോപ്പർ പ്ലേറ്റ്സ് എന്നതിന് പകരം ചെമ്പെന്ന് മാത്രം, കോപ്പറെന്ന് മാത്രം എഴുതാൻ കാരണം അതാണോ? അല്ല, അത് പിന്നെ ഇപ്പൊ അദ്ദേഹത്തിന് മെസ്സഞ്ചറിനെ ഇഷ്ടമല്ലെങ്കിൽ കോടതിക്ക് മനഃപൂർവ്വം കോടതിയെ വക്രീകരിക്കാനും കോടതിയെ കരിവാരിത്തേക്കാനും ശ്രമിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. അല്ല, അനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം അതുക്കപ്പുറത്ത് വേറെ ഒന്നും അദ്ദേഹത്തിന് പറയാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും അദ്ദേഹത്തിന്റെ സർക്കാരുടെയും കൈകൾ ശുദ്ധമല്ല എന്നും അദ്ദേഹത്തിന്റെ സർക്കാർ കാവലായി നിൽക്കേണ്ട സ്ഥലത്ത് കള്ളനായി നിന്നു എന്നുള്ളത് യാഥാർത്ഥ്യ ബോധ്യം പൊതുസമൂഹത്തിനുണ്ട്. അനിൽകുമാറിന് ന്യായീകരിക്കാം, അദ്ദേഹത്തിന് വേറെ എന്താ ചെയ്യാൻ പറ്റിയ കസാരയിൽ ഇരുന്നിട്ട് ന്യായീകരിച്ചിരിക്കുക എന്നല്ലാതെ വേറൊരു മാർഗമൊന്നുമില്ല. അതങ്ങനെ തന്നെ ഇരിക്കാൻ സാധ്യമാവുള്ളൂ. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ദേവസ്വം ബോർഡിനെ കേൾക്കില്ല. എന്തിനു കേൾക്കണം? ആ കള്ളന്മാരെന്തിനു കേൾക്കേണ്ട കാര്യമുള്ളൂ? നീതിപീഠം അതിന് വേണ്ട കാര്യങ്ങൾ എടുക്കുന്നു. നിങ്ങൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറ, അല്ലയോ നീതിപീഠമേ ഞങ്ങളെ കൂടി കേൾക്കണമേ, ഞങ്ങളെ കേൾക്കാണ്ടെടുക്കുന്ന ഒരു തീരുമാനത്തെയും സർക്കാർ അംഗീകരിക്കില്ലമ്മേ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു കത്തെഴുതി കൊടുത്തോ. പിന്നെ പറഞ്ഞത് ഓർഡർ എഴുതുന്ന ആൾക്ക് അത് എഴുതിയാൽ മാത്രം മതി എന്ന്. അത് അദ്ദേഹത്തിന് പോലും ബാധകമല്ലെന്ന് ആരാ പറയുന്നത്? അഡ്വക്കേറ്റ് അനിൽകുമാർ. ഓർഡർ എഴുതിയ കാര്യത്തിന് അത് അദ്ദേഹത്തിന് പോലും ബാധകമല്ല, അതുകൊണ്ടൊന്നും കാര്യം ശരിയാവില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം സാർ? ആ വാല്യൂവിനെ കൊണ്ട് വിറ്റിട്ട് ആ വിറ്റത് കോടതി കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ട് കോടതി അതിന്റെ അന്വേഷണത്തിന്റെ തീരുമാനമെടുത്ത് അത് കൃത്യമായി അന്വേഷിക്കുന്ന സമയത്ത് ഇവർക്ക് ഇങ്ങനെ വരകാൻ കിട്ടുന്നില്ല എന്ന് അതിന്റെ ഉള്ളിൽ പോയിട്ട് ഇവർക്ക് ഇങ്ങനെ കടലാസ് എഴുതിയിട്ട് നുണക്കഥകൾ പിടിപ്പിച്ചിട്ട് കഥകൾ എഴുതി കൊടുക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്ന്. ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. പറ്റില്ല കേട്ടോ അനിൽകുമാറെ. അത് കൃത്യമായിട്ട് ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ട വിധത്തിൽ ചെയ്യേണ്ട രീതിയിൽ തന്നെ കൃത്യമായി ചെയ്യും. ആ ചെയ്യുന്ന സമയത്തെ അതിനെ ന്യായീകരിച്ച് നിങ്ങൾക്ക് ഇരിക്കാം, വേറെ ഒന്നും ആവൂല. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.